الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുന്നത് ഷഹാദത്തിലേക്കാണ്. നാം ഹിദായത്തിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിദായത്തിൻ്റെ വിഷയത്തിൽ ആർക്കും ഒരു ഉറപ്പും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. നബിമാർക്കും കൊടുത്തിട്ടില്ല, റസൂലുകൾക്കും കൊടുത്തിട്ടില്ല. ഹിദായത്ത് എന്നത് വ്യക്തികളും അള്ളാഹുവും തമ്മിലുള്ള സ്വകാര്യ ഇടപാടാണ്. അതിലൊരു നബിക്ക് ഇടപെടാൻ പറ്റൂല, ഒരു റസൂലിന് ഇടപെടാൻ പറ്റൂല. ഇടപെട്ടിട്ട് കാര്യവുമില്ല. ഒരു റസൂലിൻ്റെയോ നബിൻ്റെയോ ഇടപെടലുകളെ പരിഗണിച്ചുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കൊടുത്ത ചരിത്രമില്ല. ഹസ്രത്ത് നൂഹ് നബിൻ്റെ ഇടപെടൽ കൊണ്ട് ഭാര്യയ്ക്കും കിട്ടിയിട്ടില്ല, മോനും കിട്ടിയിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ കൊണ്ട് ബാപ്പാക്ക് കിട്ടിയിട്ടില്ല. അഷ്റഫുൽ ഖൽക്കിൻ്റെ ഇടപെടൽ കൊണ്ട് മൂത്താപ്പ അബൂ താലിബിനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു നബിൻ്റെയോ റസൂലിൻ്റെയോ ഇടപെടലുകളുമായിട്ടൊരു വ്യക്തിക്ക് അല്ലാഹ് നൽകുന്ന ഹിദായത്തിന് ബന്ധമില്ല. അത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഡയറക്റ്റ് ഏർപ്പാടാണ്. ഒരു സമൂഹത്തിന് ഒന്നിച്ച് ഹോൾസെയിലായി ഹിദായത്ത് കൊടുക്കുന്ന പരിപാടി അതുമില്ല. വ്യക്തികളെ മാത്രം പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല ഹിദായത്തിൻ്റെ പാതയിൽ തിരഞ്ഞെടുക്കുകയാണ്. ഒരു വ്യക്തിയെ ചിലപ്പോൾ ഒരു 100 കൊല്ലം കൂടുമ്പോഴായിരിക്കും ഒരു വ്യക്തിയെ അള്ളാഹു സെലക്ട് ചെയ്യുന്നുണ്ടാകുക. ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ടാകണമെന്നൊരു നിർബന്ധവും അല്ലാഹു തആലക്കില്ല. 950 കൊല്ലം മെനക്കെട്ടിട്ട് ആകെ 72 വ്യക്തികളെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചത്. അതൊന്നും നൂഹ് നബിൻ്റെ സാമർഥ്യം കൊണ്ട് വന്നതും അല്ല, അള്ളാഹുവിൻ്റെ ഡയറക്റ്റ് സെലക്ഷൻ കൊണ്ട് മാത്രം വന്നതാണ്. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വേണമെന്ന് കരുതി മെനക്കെട്ടവർക്കൊന്നും അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടുമില്ല. ഈ 950 കൊല്ലം
മെനക്കെട്ടിട്ട് 70 ആളെ കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ ആളില്ലാഞ്ഞിട്ടാണോ? 5 മഹാന്മാരുടെ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളന്നും ജീവിക്കുന്നുണ്ട് ഇറാഖിൽ. അവരെല്ലാം പാരമ്പര്യക്കാരുമാണ്. ആദമി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. അവരെല്ലാം പാരമ്പര്യ മുസ്ലിമീങ്ങളുമാണ്. പക്ഷെ അവരെ അള്ളാഹു മുസ്ലിം എന്ന് വിളിച്ചില്ല, കാഫിർ എന്ന് വിളിച്ചു അള്ളാഹു താല. അവർ കൃത്യമായി ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി ആദമി ശരീഅത്തനുസരിച്ച് നിർവഹിക്കുന്നവരാണ്. നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, അഷ്റഫുൽ ഖൽക്കിൻ്റെ കാലഘട്ടങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഇന്നാക്ക് ഹിദായത്ത്, അങ്ങനത്തെ ഒരു പരിപാടി ഹിദായത്ത് നൽകുന്ന കാര്യത്തിൽ അള്ളാഹുവിനില്ല. എന്നിട്ടല്ലേ പിന്നെ വലിയനെയും ഷെയ്ഖിനെയും ഉസ്താദിനെയും പരിഗണിച്ചുകൊണ്ട് ഹിദായത്ത് കിട്ടുന്ന പരിപാടി? വല്ലാഹി അതാരും പ്രതീക്ഷിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമാനോട് പോലും പറഞ്ഞത് എന്താണെന്നറിയുമോ? യാ ഫാത്തിമ ബിൻത മുഹമ്മദ്, ഓ മോളെ ഫാത്തിമ, മുഹമ്മദിൻ്റെ മകളാണ് നീ, പ്രവാചകൻ്റെ മകൾ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു റസൂലിൻ്റെ മകളാണ് എന്നതിൻ്റെ പേരിൽ നിനക്ക് വേണ്ടി നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല, ഒരു കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇന്ന് ദുനിയാവിൽ സലീനി മിമ്മാലി ഫൗതീക്കി, എനിക്ക് പൈസ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ, ദീനാറിന് ദിർഹമോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ളത് ഞാൻ നിനക്ക് തരാം. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുന്ന കാര്യം അത് നീ നോക്കിക്കൊള്ളണം, അത് എന്നെക്കൊണ്ട് ഒന്നും ഏറ്റെടുക്കാൻ പറ്റൂല. ഫങ്കിദി നഫ്സക്കി മിനന്നാർ, മോളെ നിൻ്റെ ശരീരം നീ നരകത്തെ തൊട്ട് കാത്തോളണം, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ബാപ്പാൻ്റെ മോളാണ് എന്ന് കണക്കാക്കിയിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നീ കരുതണ്ട എന്നൊരു ഭയങ്കര വാക്കാണ് കൂട്ടരെ. അത് എന്തേ നമുക്ക് ഹിദായത്തിൻ്റെ പൊരുൾ മനസ്സിലാവാത്തത്? ഹിദായത്ത് പാരമ്പര്യ ഗുണമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ ഈ സമുദായം? അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച സമൂഹത്തെ പറ്റിയായിരുന്നു നാം ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. അതെ, അല്ലാഹു തആല ഹിദായത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവർക്ക് ഷഹാദത്താണ് പിന്നീട് വഅദ ചെയ്യുന്നത്. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈമാനിലേക്ക് കടക്കുന്നത്. ഷഹാദത്ത് പാസ്സായതിനു ശേഷമാണ് ഈമാൻ്റെ ചർച്ച വരുന്നത്. ഹദീസു ജിബ്രീലിന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ അർബഈൻ നബവിക്ക് ഹെഡിങ് കൊടുത്തത് എന്താണ്? ഒരു ഹദീസിന് അൽ ഇസ്ലാം അദ്ദീനു അലാ സലാസത്തി മറാത്തിബ, അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് 3 മർത്തബകളിലാണ്, 3 കാറ്റഗറികളിലാണ്. ഒന്നാമത്തെ കാറ്റഗറി അൽ ഇസ്ലാം, ഇസ്ലാമാണ്. രണ്ടാമത്തെ കാറ്റഗറി അൽ ഈമാൻ, ഈമാനാണ്. മൂന്നാമത്തെ കാറ്റഗറി ഇഹ്സാനാണ്. ഇസ്ലാം കഴിഞ്ഞിട്ടാണ് ഈമാൻ. ഇസ്ലാം എത്രയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ അതേ ഹദീസിൽ പറഞ്ഞു തന്നു, 5 കാര്യങ്ങളാണ്. അതേ ഹദീസിൽ തന്നെ ഈമാൻ 6 കാര്യങ്ങളാണെന്നും പറഞ്ഞു തന്നു. ഇതിൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ഷഹാദത്താണ്. ഈമാൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് അൽ ഈമാനു ബില്ലയാണ്. ഈമാൻ്റെ വിഷയത്തിൽ അള്ളാഹിനെ അംഗീകരിക്കലാണ്, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ അംഗീകരിച്ച് ജീവിച്ച് തെളിയിക്കലാണ്. വ്യത്യാസമുണ്ട്. ഷഹാദത്തും ഈമാനും തമ്മിൽ വ്യത്യാസം എന്താണ്? ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീ എനിക്ക് തന്ന ഹിദായത്ത് ഞാൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്താണോ ചെയ്യേണ്ടത് അത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് അള്ളാഹുവുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ പേരാണ് ഷഹാദ. അങ്ങനെ ആ കരാറനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഘട്ടം ഘട്ടമായി പ്രവേശിക്കേണ്ടത് ഈമാനിലേക്കാണ്. ഈമാൻ്റെ ഘട്ടം പൂർത്തിയാകുന്നത് ഇഹ്സാനിലാണ്. ഇപ്പോഴും സമുദായത്തിൽ പണ്ഡിതന്മാർക്കടക്കം മനസ്സിലാകാതെ കിടക്കുന്നൊരു വിഷയമാണത്. നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 കാര്യം ബാക്കി ഇസ്ലാമിലുണ്ട്, 6 കാര്യം ബാക്കി ഈമാനിലുണ്ട്, 1 കാര്യം ബാക്കി ഇഹ്സാനിലുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ ചർച്ച ചെയ്താലും തീരാത്തൊരവസ്ഥയിലാണ് ഈ സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ അയക്കുന്നത് ആരിലേക്കാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങൾ. അവരെ അല്ലാഹു തആല മുസ്ലിം എന്ന് പറയാറില്ല, മുശ്രിക് എന്നേ പറയാറുള്ളൂ, കാഫിർ എന്നേ പറയാറുള്ളൂ. അവർ നിസ്കരിക്കാത്തത് കൊണ്ടാണോ അള്ളാഹു അവരെ കാഫിർ എന്ന് വിളിച്ചത്? അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു, നോമ്പ് നോക്കുന്നവരായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള സമുദായം കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. എന്നിട്ടും അവരെ അല്ലാഹു തആല മുസ്ലിം എന്ന് വിളിച്ചില്ല. നമ്മൾ പറയുന്നു നിസ്കരിച്ചാൽ മതി, നോമ്പ് നോറ്റാലും മതി, ഹജ്ജ് ചെയ്താലും മതി, മുസ്ലിം എന്ന് വിളിക്കണം.
ബാക്കിയുള്ള കാര്യം അതോ എൻ്റെ മനസ്സിലെ കാര്യമില്ലേ നമ്മളങ്ങ് സ്കാൻ ചെയ്യൊന്നും വേണ്ട എന്ന്. എങ്കിൽ പിന്നെ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിൻ്റെ ഹുക്കം എന്താണ്? ഒരുപാട് ആഴ്ചകളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. രണ്ടാമത്തെ കാര്യമായ നിസ്കാരം ബാത്തിലാകും ചില കാര്യങ്ങളെ കൊണ്ട്, എങ്കിൽ ഒന്നാമത്തെ കാര്യമായ ഷഹാദയും ബാത്തിലാകണം. മൂന്നാമത്തെ കാര്യമായ സക്കാത്ത് ബാത്തിലാകും, എങ്കിൽ ഒന്നാമത്തെ കാര്യമായ ഷഹാദയും ബാത്തിലാകണം. നാലാമത്തെ കാര്യമായ നോമ്പ് ചില കാര്യങ്ങളെ കൊണ്ട് ബാത്തിലാകും, എങ്കിൽ ഒന്നാമത്തെ കാര്യമായ ഷഹാദയും ബാത്തിലാകണം. അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് ചില കാര്യങ്ങളെ കൊണ്ട് ബാത്തിലാകും, എങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ. ഇത് ഒന്നാമത്തെ കാര്യമായ ഷഹാദ ദിക്ർ ആൾക്കാൻ നടത്തിയാൽ മതി, അത് ഓക്കെ ആയി. പിന്നെ നിസ്കാരവും നോമ്പും സക്കാത്തും നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ജഹാലത്താണ്. അബൂജഹലിന്റെ ജഹാലത്ത്, ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും ജഹാലത്താണത്. അഞ്ചഹാലത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അഷ്റഫുൽ ഖൽഖ് ഖുറൈശികളെ. അല്ലെന്ന് പറയാൻ പറ്റുമോ? നാം നിങ്ങളുടെ മുമ്പിൽ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായ ചരിത്രം. ഏത് മതത്തിൽ നിന്ന് മുസ്ലിമായത്? പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് ഔദ്യോഗിക ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയണം, ഉലമാക്കൾ പറയണം. ഹംസ റളിയല്ലാഹു അൻഹു നേരത്തെ ഇന്ന മതത്തിലായിരുന്നു, അമ്മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തു വന്നതാണ് ഇസ്ലാമിലേക്ക് എന്ന് പറയണം. ധൈര്യമുണ്ട് പറയാൻ? എങ്കിൽ പിന്നെ ഖുറൈശികൾക്ക് വേറെ ഏതോ മതം പരിചയമുണ്ടെന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു കള്ളം സത്യമാക്കാൻ 1000 കള്ളം പറയേണ്ടി വരും, നമ്മുടെ ഷീഈ മൊല്ലമാരെ പോലെ. ഖുറൈശികൾക്ക് വേറെ ഒന്നും ദുനിയാവിൽ പരിചയമില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഡ്രസ്സിൽ ഇസ്രായേലി വിഭാഗം ഉണ്ടാക്കിയ ജൂതമതത്തെ പറ്റി ഖുറൈശികൾക്ക് പരിചയമില്ല. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഡ്രസ്സിൽ ഇസ്രായേലി സമൂഹം ഉണ്ടാക്കിയ ക്രിസ്തീയ മതത്തെ പറ്റിയും ഖുറൈശികൾക്ക് പരിചയമില്ല. ഖുറൈശികൾക്ക് പരിചയമുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തും ശരീഅത്തും ആണ്. ആ മില്ലത്തും ശരീഅത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഏതാണ്ട് 4000 കൊല്ലം കഴിഞ്ഞ് അതുവരെയും ഒരു കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു, കഅബാലയം കേന്ദ്രമാക്കിക്കൊണ്ട്. 500 കൊല്ലം മുമ്പുണ്ടായ സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ജാറത്തിന്റെ പ്രതീകവും വെച്ച് ആരാധന തുടങ്ങിയപ്പോഴാണ് ഖുറൈശി സമൂഹം ഒറിജിനൽ ഇസ്ലാമിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇസ്ലാമിലേക്ക് പോകുന്നത്. അതോടുകൂടി അവർ ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് കൊടുത്ത ഷഹാദത്ത് ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കി, ഹുബലുലാലാന്റെ ജാറം കൊണ്ട് ബാത്തിലാക്കി. അപ്പോഴും അവർ നിസ്കരിക്കുന്നവരായിരുന്നു. ലാത്തന്റെ ജാറം വെച്ചിട്ട് ബാത്തിലാക്കി. അപ്പോഴും അവർ നിസ്കരിക്കുന്നവരും നോമ്പ് വെക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരുമായിരുന്നു. ഉസ്സന്റെ ജാറം വെച്ചിട്ട് ഷഹാദത്ത് ബാത്തിലാക്കി. അപ്പോഴും അതിന്റെ ആൾക്കാർ നിസ്കരിക്കുന്നവരും നോമ്പ് വെക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരുമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജാറം വെച്ചിട്ട് അവർ ഷഹാദത്ത് ബാത്തിലാക്കി. അപ്പോഴും അവർ നിസ്കരിക്കുന്നവരും നോമ്പ് വെക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരുമായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജാറം വെച്ചുകൊണ്ട് അവർ ഷഹാദത്ത് ബാത്തിലാക്കി. അപ്പോഴും അവരെ നിസ്കരിക്കുന്നവരും നോമ്പ് വെക്കുന്നവരും ദിക്ർ ചെയ്യുന്നവരും തസ്ബീഹ് ചെയ്യുന്നവരും ഹജ്ജ് ചെയ്യുന്നവരുമായിരുന്നു ഖുറൈശികൾ. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് മുഹമ്മദ് മുസ്തഫാനെ റസൂലാക്കി അയച്ചത്. ആരെ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ റിസാലത്ത് ആരിലേക്കാണ്? നാം അതാണ് ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. പൗരാണികമായ റസൂലുകളുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശി സമൂഹത്തിലേക്ക് വന്നിട്ട് പറഞ്ഞത് അവർക്ക് പരിചയമില്ലാത്ത അവരെ കാരണവന്മാർ ഏതാണ്ട് 5ാമത്തെ ഉപ്പാപ്പയായ ഖുസൈ മുതൽ ഇങ്ങോട്ട്, അംർ ബിൻ ലുഹൈ അൽ ഹുസായി മുതൽ ഇങ്ങോട്ട് ഖുറൈശി പ്രമാണിമാരുണ്ടാക്കി തീർത്ത ജാറങ്ങൾ വെച്ചുകൊണ്ട് അവർ പൂർവികന്മാരായ മുർസലീങ്ങൾ ലോകത്തിന് പറഞ്ഞുകൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലയിലെ ഉലൂഹിയത്ത് നിഷേധിച്ച് ജാറങ്ങളെ ഇടയാളുകളാക്കിക്കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടുന്ന രീതി ഒരു 500 കൊല്ലത്തിനിപ്പുറത്ത് തുടങ്ങിയതാണ്. അപ്പോഴൊന്നും അവർക്ക് ഇസ്ലാമിന്റെ കർമ്മങ്ങളെ പറ്റി അഭിപ്രായവ്യത്യാസമില്ല. എല്ലാ കൊല്ലവും മിനായിൽ കൃത്യമായി ഹജ്ജ് നടക്കുന്നുണ്ട്. 500 കൊല്ലവും ഹജ്ജ് നടക്കുന്നുണ്ട്. ഖുറൈശികൾ വളരെ ജാഗ്രതയോടെയും വാശിയോടെയും ആ ഹജ്ജിൽ പങ്കെടുക്കാറുണ്ട്. ആ മിനായിൽ വെച്ചവർ കൃത്യമായി പരമ്പരാഗതമായി നിസ്കരിക്കാറുണ്ട്. മിനായിൽ വെച്ചവർ തൽബിയത്ത് ചെല്ലാറുണ്ട്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത്. എന്നിട്ടും ഒരു റസൂലിനെ അവരിലേക്ക് നിയോഗിക്കാൻ കാരണം എന്തുണ്ടായി? ഇവിടെയാണ് നമ്മളെ പോയിന്റ്. എന്നിട്ടും അവരിലേക്ക് പിന്നെ എന്തിനാ നിസ്കരിപ്പിക്കാൻ വന്നതാണോ? അവർ ഓൾറെഡി നിസ്കരിക്കുന്നവരാണ്. നോമ്പ് വെപ്പിക്കാൻ വേണ്ടി ഓൾറെഡി അവർ നോമ്പ് വെക്കുന്നവരാണ്. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വന്നവരാണോ? പറയാൻ വേണ്ടി വന്നവരാണോ? ഓൾറെഡി ഖുറൈശികൾ സക്കാത്ത് കൊടുക്കുന്നവരാണ് അള്ളാഹ്ക്ക് വേണ്ടി. ഹജ്ജ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവരാണ് അവർ. ഏറാൻ കെട്ടിയിട്ടാണ് അവർ ഹജ്ജിന് പോകുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഹജ്ജിന് പോകുന്നത്. പിന്നെ എന്തിനാണ് റസൂലിന്റെ ആവശ്യം വന്നത്? റസൂലിന്റെ ആവശ്യം വന്നത്
അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന പൂർവികന്മാരായ 312 മുർസലീങ്ങളും ലോകത്തോട് പറഞ്ഞ ആ ദൗത്യവുമായിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളയും വന്നത്. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. വേറെ കൂട്ടക്കാർ ചോദിക്കുന്നു, നമ്മൾ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് തൗഹീദും പറഞ്ഞ് നടക്കണം. എങ്ങനെ? ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. കാരണം ബഹുസ്വര സമൂഹമാണ് നമ്മൾ, കൂട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. വല്ലാഹി ഇത് അബൂജഹലിനേക്കാൾ അപകടം പിടിച്ച വാദമാണ്. എന്തുകൊണ്ട്? ഈ വാദം ശരിയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് 313 മുർസലീങ്ങളാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നാമത്തെ പ്രശ്നക്കാരൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? ആ കൗമ 5 ജാറങ്ങളെയും വെച്ച് ഇലാഹലർത്തിയും വിളിച്ച് ദിക്റൽക്കിയും സലാത്ത് അൽക്കിയും നടത്തിയിട്ട് സുഖസുഭിക്ഷമായി ജീവിക്കുകയായിരുന്നില്ല അന്ന് ഇറാഖിൽ? മൗലാനമാരും ഷെയ്ഖുനമാരെയും വയലും കേട്ട് നിസ്കരിച്ച് നോമ്പും നോറ്റ് സുഖമായി ജീവിക്കുകയായിരുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ആ കാലഘട്ടത്തിൽ? കുടുംബ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? രാഷ്ട്രീയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? എന്തിനാണ് നൂഹ് നബി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? നൂഹ് നബി അല്ലേ ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ അവരുടെ ഈ രീതിയുള്ള ഐക്യം ആദർശം പറഞ്ഞ് തെറ്റിക്കുന്നത്? എങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാഷയിൽ നൂഹ് നബി പ്രശ്നക്കാരനാണ്. നൂഹ് നബിക്ക് മിണ്ടാതിരുന്നാൽ പോലെയായിരുന്നോ? ഒരു ബഹുസ്വരത, അത് ബഹുസ്വരതയാണല്ലോ. 5 ജാറങ്ങളെ വെച്ച് മൗലാനമാരും ഷെയ്ഖുനമാരും സുഖസുഭിക്ഷമായി പണം ഉണ്ടാക്കി ജീവിക്കുകയായിരുന്നില്ലേ? നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടായിരുന്നോ അന്ന്? പള്ളികൾക്ക് ദർസിനും മുദരിസിനും ഇമാമിനും ഖത്തീബിനും വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ അന്ന്? അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് എന്തിനാ നൂഹ് നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനത് അന്നീന്നും ചോദിക്കാം, 10 കൊല്ലമായി ചോദിക്കാൻ തുടങ്ങിയ വിഷയമല്ലേ ഇത്. എന്തിനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു റസൂലാക്കി നിയോഗിച്ചത്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. നൂഹിനെ നമ്മളാണ് റസൂലാക്കി നിയോഗിച്ചത്. അല്ലാഹു പറയുന്നു സൂറത്തു നൂഹിൽ, ഞാനാണ് നൂഹിനെ റസൂലാക്കി അയച്ചത്. ആരിലേക്ക്? ഇലാ ഖൗമിഹി, നൂഹിന്റെ കൗമിലേക്ക്. ആരായിരുന്നു ആ കൗമ്? ഏതെങ്കിലും മതക്കാരായിരുന്നോ? ഭൂലോകത്തെ ഏതെങ്കിലും മതം അവർക്ക് പരിചയമുണ്ടോ? ലോകത്ത് മതം ഉണ്ടാകാൻ തുടങ്ങിയോ? അതിന് ശേഷമല്ലേ മതമെല്ലാം വരുന്നത്. അന്ന് മതമില്ല, ആസങ്ങളില്ല, ഇസങ്ങളില്ല, മതങ്ങളില്ല, ഒന്നുമില്ലല്ലോ അന്ന്. ആദം നബി പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമല്ലേ അന്നുള്ളൂ. എന്നിട്ടും ആ കൗമിലേക്ക് റസൂലിനെ അയച്ചിട്ട് അള്ളാഹു പറഞ്ഞത് അൻദിർ ഖൗമക്, ഓ നൂഹ്, നിങ്ങളെ കൗമിന് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. എന്താണ് ആ മുന്നറിയിപ്പ്? ഏത് വിഷയത്തിലാണ് ആ മുന്നറിയിപ്പ്? അവർ പരസ്യമായ മദ്യപാനികളായിരുന്നോ നൂഹ് നബിൻ്റെ കൗമ്? പരസ്യമായ വ്യഭിചാരികളായിരുന്നോ? പരസ്യമായ ചൂതാട്ടക്കാരും പലിശക്കാരുമായിരുന്നോ? ഇതൊന്നും പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറ്റൂലല്ലോ നൂഹ് നബിൻ്റെ കൗമിനെ സംബന്ധിച്ച്. നൂഹ് നബിൻ്റെ കൗമി ഇന്ന തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് എന്തെങ്കിലും ഒരു പ്രമാണം വെച്ച് തെളിയിക്കാൻ പറ്റുമോ? എന്നിട്ടും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാണ് ഞാൻ നൂഹിനെ നിയോഗിച്ചത് എന്ന് പറഞ്ഞത് ഏത് കാര്യത്തിലുള്ള മുന്നറിയിപ്പാണ്? മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ വരുന്നതിനു മുമ്പ് അവരോട് തിരുത്താൻ പറയണം നൂഹ്. എന്താണ് അവർ തിരുത്തേണ്ടത്? കള്ളുകുടി തിരുത്താനാണോ? സിന തിരുത്താനാണോ? ചൂതാട്ടം തിരുത്താനാണോ? എന്താണ് അവർ ചെയ്ത തെറ്റ് പറ. തിരുത്തണമെങ്കിൽ തെറ്റ് ചെയ്യാത്ത ആളോട് തിരുത്തെന്ന് പറയുന്നത് പൊട്ടത്തരല്ലേ? പക്ഷെ അവർ ചെയ്ത തെറ്റ് ഈ പറയപ്പെടുന്ന സൽക്കർമ്മങ്ങളിലെല്ലാം അവർ വ്യാപൃതരായിരിക്കെ 5 ഔലിയാക്കളുടെ ഖബർ വെച്ചുകൊണ്ട് വസീല തവസ്സുലും ഇസ്തിഗാസയും ചെയ്തു. അതോടെ അവർ കാഫിറായി, അതോടെ അവർ മുശ്രിക്കായി. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, അഥവാ ലാ ഇലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നൂഹ് നബി പിന്നെ പറഞ്ഞ വാക്കതാണ്. മാ ലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്ത ഇടയാളാക്കാൻ പറ്റിയതോ തദ്ബീർ ചെയ്യാൻ പറ്റിയോ അതിനെ നിയന്ത്രിക്കാൻ പറ്റിയതോ സൃഷ്ടിക്കാൻ പറ്റിയതോ ഒരു തരത്തിലുള്ള ഒരാളും അള്ളാഹുവിനോടൊപ്പം വേറെ ഇല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കണം. അപ്പോഴല്ലേ നാട്ടിൽ പ്രശ്നം ഉണ്ടായത്? അപ്പോഴല്ലേ നാട്ടുകാർ ഭിന്നിക്കാൻ തുടങ്ങിയത്? അപ്പോഴല്ലേ പരസ്പരം കുലുമാലുണ്ടാകാൻ തുടങ്ങിയത്? അപ്പോഴല്ലേ കുടുംബക്കാർ തമ്മിൽ തെറ്റാൻ തുടങ്ങിയത്? അപ്പോഴല്ലേ രാഷ്ട്രീയമായ അനിശ്ചിതത്വം ഇറാഖിൽ ഉണ്ടാകാൻ തുടങ്ങിയത്? എങ്കിൽ ഒന്നാമത്തെ പ്രശ്നക്കാരൻ നിങ്ങളുടെ ഭാഷയിൽ ആരാണ്? നൂഹ് നബിയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നു, ഇച്ചിരി തിരുവാണുള്ളവരും പറയുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് മയപ്പെടുത്തിയിട്ടൊന്ന് പറയണം, നമ്മൾ ബഹുസ്വരമല്ലേ, അവരും അന്ന് ബഹുസ്വരമായിരുന്നില്ലേ, നൂഹ് നബിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ, ഈ പ്രശ്നം ഒഴിവാക്കാൻ ആയിരുന്നില്ലേ? ഒന്ന് ഇലാഹദർത്തിക്കൊന്നും പോകുന്നില്ലെങ്കിലും അബൂ താലിബിന്റെ മാതിരിയെങ്കിലും ഒന്ന് ജീവിക്കാമായിരുന്നില്ലേ നൂഹിന്?
അബൂ താലിബ് ഇലാഹ് നിർത്തിക്ക് പോകാറില്ല, ദിക്റുകൾക്കും സലാത്തുകൾക്കും പോകാറില്ല. പക്ഷെ അബൂ താലിബ് മൗനം ദീക്ഷിക്കും. അവരെന്തോ ചെയ്തിട്ട് അത് നമുക്കറിയണ്ട എന്ന് പറയും. ഇതല്ലേ അബൂ താലിബ് ചെയ്ത തെറ്റ്? എന്നിട്ടും അബൂ താലിബ് നരകത്തിലേക്ക് പോയില്ലേ? അതുകൊണ്ട് ഒരു കാര്യം, ഈ അഡ്ജസ്റ്റ്മെൻറ്റുകാരുണ്ടല്ലോ, ബൗസരതക്കാർ, അതായത് തൗഹീദിൻ്റെ വിഷയത്തിൽ നാം 100 കൊല്ലമായി സ്വീകരിച്ചിരിക്കുന്ന ആ അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതിചലിച്ച് അതും ആവാം ഇതും ആവാം എന്ന് പറഞ്ഞിട്ട് കൊടിയ മുശ്രിക്കിൻ്റെ പിറകിൽ പോയി നിസ്കരിക്കുന്ന സലഫികളുണ്ടല്ലോ, അവർ വളരെ ഗൗരവമായി ഒന്നാമതായി ചിന്തിക്കണം. രണ്ടാമത്തെ ചർച്ചയാണ് ഷിഈയത്തിൻ്റെ ചർച്ച. ഇവിടെ സലഫികളാണ് ഗൗരവമാർഗം ഈ വായന മാനിക്കേണ്ടത്. അള്ളാഹു മാത്രമാണെന്ന് പറയുക, അത് പ്രസംഗിക്കുക, അതിനുവേണ്ടി സംഭാവന കൊടുക്കുക, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരുണ്ടെന്ന് പറയുന്നവരുടെ പിറകിൽ പോയി നിസ്കരിക്കുക. വല്ലാഹി ആ നിസ്കാരം സഹിയാകുകയില്ല. അതൊന്നും നാം പറയുന്നു, ഇന്നും നാം പറയുന്നു. വളരെ കൃത്യമാണ് കാര്യം. രണ്ടാമത്തെ പ്രശ്നക്കാരൻ ഇബ്രാഹിം നബി അല്ലേ? നമ്രൂദിന്റെ നേതൃത്വത്തിൽ ഇറാഖിലെ ജനം സുഖസുഭിക്ഷമായി ജീവിക്കുകയായിരുന്നില്ലേ? കള്ളുപിടിക്കുന്നവർക്ക് കള്ളുപിടിക്കാം, പെണ്ണുപിടിക്കുന്നവർക്ക് പെണ്ണുപിടിക്കാം, ചൂതാട്ടക്കാർക്ക് ചൂതാട്ടം നടത്താം, പലിശക്കാർക്ക് പലിശ തിന്നാം, രാഷ്ട്രീയക്കാർക്ക് അതാവാം, കൊല്ലുന്നവർക്ക് കൊല്ലാം. അങ്ങനെ എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കുകയായിരുന്നില്ലേ ഇറാഖിലെ ജനം? ആണും പെണ്ണും യഥേഷ്ടം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയായിരുന്നില്ലേ ഇറാഖിലെ ജനം? എന്തിനാണ് ഇബ്രാഹിം നബി ഇടക്ക് കയറി പ്രശ്നം ഉണ്ടാക്കിയത്? തൗഹീദിന്റെ പേരും പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണ്? അവർ ബഹുസ്വര സമൂഹം സുഖമായി ജീവിക്കുകയായിരുന്നില്ലേ ഇറാഖില്? അതും നമ്രൂദ് രാജാവിന്റെ നേതൃത്വത്തില്. നമ്രൂദ് പറയും പോലെ കേട്ടാ തിന്നാൻ കിട്ടും, തിന്നാനും കിട്ടും, ഉറങ്ങാനും കിട്ടും, കുടിക്കാനും കിട്ടും, സുഖിക്കാനും കിട്ടും, ഉത്സവത്തിനുമ്പലും കാർണിവലും ഉണ്ട്, ഉറൂസും ഉണ്ട്, എല്ലാം ഇല്ലേ നമ്രൂദിന്റെ നേതൃത്വത്തില്? അതിൻ്റെ ഇടക്ക് കയറിക്ക് ഇബ്രാഹിം നബി എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പ്രശ്നം പറയുന്നവർ പറയണം, മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്. അതെ, ആദർശത്തിന്റെ വിഷയത്തിൽ പ്രശ്നക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുറൈശി പ്രമാണിമാർ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, നമുക്കൊന്നൊരു ബഹുസ്വരത ഉണ്ടാക്കാം, നമുക്കൊരു കോംപ്രമൈസ് ആവാം. നീ ജനങ്ങളെ ഫറഖ്ത ബൈനന, ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുകയാണ് നീ, കുടുംബക്കാരെ തമ്മിൽ തെറ്റിച്ചിരിക്കുകയാണ് നീ. ബാപ്പ അപ്പുറത്ത്, മോനിപ്പുറത്ത്, മോനപ്പുറത്ത്, ബാപ്പ ഇപ്പുറത്ത്, ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നീ 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് മുഹമ്മദ്. ഒരു കാര്യം ചെയ്യ്, പ്രശ്നം നീ ഒന്ന് ഒഴിവാക്ക്, ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ തയ്യാറാക്. നീ ഒരു കാര്യം ചെയ്താൽ മതി, 1 വർഷം ഞങ്ങൾ വിളിക്കുന്ന ഔലിയാക്കന്മാരെ ഇലാഹ ഹളറത്തിക്ക് നീ ഒന്ന് മൗനം ദീക്ഷിച്ച് തന്നാൽ മതി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി. അഷ്റഫുള്ളവർക്ക് മുമ്പും ജാറത്തിലേക്ക് പോകാറില്ല. ഈ ഖദീജ ബീവിന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖദീജ ബീവിന്റെ വീട്ടിലാണ് അഷ്റഫുള്ളവർക്ക് താമസിക്കുന്നത്, സ്വന്തം വീടില്ല. അബൂ താലിബിന്റെ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് ഭാര്യ വീട്ടിലാണ് റസൂലുള്ളാഹി തങ്ങൾ താമസിക്കുന്നത്. 25ാമത്തെ വയസ്സിലാണ് കല്യാണം നടക്കുന്നത്, 40ാമത്തെ വയസ്സിലാണ് നൂബത്ത് കിട്ടുന്നത്. ഖദീജ ബീവിന്റെ വീട്ടിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരാൾ പറയുമായിരുന്നു, സഹിയായ റിപ്പോർട്ട്, അദ്ദേഹം പറയുകയാണ്, മുഹമ്മദിൻ്റെ ഒരു വാക്ക് പോലും ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് കേൾക്കാറില്ല. പുതിയാപ്പിള വരും, സന്തോഷമായി ജീവിക്കും, പുതിയാപ്പിള ജോലി ചെയ്യും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഉറക്കെ സംസാരിക്കാറില്ല, ഖദീജയുമായിട്ട് സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടേ ഇല്ല, ഒറ്റ പ്രാവശ്യം ഒഴികെ. ഒരു ദിവസം ഖദീജ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ്, ഇന്ന സ്ഥലത്ത് ഇന്ന് ഒരു മൗലൂദുണ്ട്, നമ്മളെ പൂർവികന്മാര് ആരാധിച്ചു ആദരിച്ചു പോകുന്ന ലാത്ത ഉസ്സയെ സംബന്ധിച്ചൊരു മൗലൂദ്, ഒരു മദ്ഹ് പാട്ട്, മുഹമ്മദ് പങ്കെടുക്കുന്നോ? ഖദീജ ബിബി വളരെ മാനമായ രീതിയിൽ ഭർത്താവോടാണ് ചോദിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് ആ സമയത്താണ് ആ വീട്ടിൽ ആദ്യമായിട്ട് ശബ്ദിച്ച് സംസാരിക്കുന്നത്. ഖദീജ, വല്ലാഹി ഞാൻ അതിൽ പങ്കെടുക്കുകയില്ല, അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ജോലിയാണ്. എപ്പോഴും നബിയായി വന്നിട്ട് അത് പറഞ്ഞതല്ല, റസൂലായി വന്നിട്ടും അത് പറഞ്ഞതല്ല. മരിച്ചു കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ മദ്ഹ് പറയുന്ന ഒരു സദസ്സിലേക്ക് ഭർത്താവിനെ ക്ഷണിച്ചതാ ഖദീജ. ഖദീജയും പോയില്ല, റസൂലുള്ളാഹി തങ്ങളും പോയില്ല. അത്ര ശക്തമായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നീ വിമർശിക്കാതിരുന്നാ മതി. ജാറത്തെ വിമർശിക്കണ്ട, ഇലാഹ നിർത്തിക്കാരെ വിമർശിക്കണ്ട, സലാത്ത് കേൾക്കാനും ദിക്ർ കേൾക്കാനും വിമർശിക്കണ്ട. നീ ഒന്നും അഡ്ജസ്റ്റ് ചെയ്താൽ മതി മുഹമ്മദ്. തൊട്ടടുത്ത ഒരു കൊല്ലം നീ പറയും പോലെ ഞങ്ങൾ ആ ജാറത്തിലേക്കേ പോകുന്നില്ല, ജാറവും പൂട്ടിയിട്ട് നീ പറയും പോലെ കഅബത്തിന്റെ മുമ്പിൽ അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്തോളാം. അങ്ങനെ നമുക്കൊരു കരാറുണ്ടാക്കിയാലോ മുഹമ്മദ്? പ്രശ്നം ഒന്ന് ബഹുസ്വരത, 100ാം നമ്പർ ബഹുസ്വരത. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് തൗഹീദില്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം മറുപടി പറയാനോ ഒന്നും കിട്ടുന്നില്ല. കാത്തിരുന്നു. ഇതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ മുഹമ്മദ് മിണ്ടാതിരിക്കുന്നത്?
കാര്യം പറഞ്ഞു കൊടുക്ക്. എന്താ ഞാൻ പറയേണ്ടത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ആയത്തിറങ്ങി. കുൽ, പറയൂ പ്രവാചകരെ, അവർ ചോദ്യത്തിന് മറുപടി. യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കൊടിയ കാഫിരിങ്ങളെ. ആരാണ് ഈ വാക്ക് ഉപയോഗിച്ചത്? ഇവിടെ അള്ളാഹു കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? കൃത്യമായി നിസ്കരിക്കുന്ന ഖുറൈശികളെ, കൃത്യമായി നോമ്പ് നോക്കുന്ന ഖുറൈശികളെ, കൃത്യമായി ഹജ്ജ് ചെയ്യുന്ന ഖുറൈശികളെ, കൃത്യമായി സക്കാത്തും സദക്കയും നൽകുന്ന ഖുറൈശികളെ ആയിരുന്നില്ലേ ഇവിടെ അള്ളാഹു തആല കാഫിർ എന്ന് വിളിച്ചത്? എന്തടിസ്ഥാനത്തിലാണ് കാഫിർ എന്ന് വിളിച്ചത്? അവർ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് നിഷേധിക്കുന്നവരായിരുന്നോ? അവർ അള്ളാഹു അല്ലാത്ത മാലിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നോ? അള്ളാഹു അല്ലാത്ത ഖാലിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നോ? അള്ളാഹു അല്ലാത്ത റാസിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നോ? ആകാശത്തിൻ്റെ റബ്ബ് അള്ളാഹു അല്ലാതെ വേറെ ആരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നോ? ഭൂമിയുടെ റബ്ബ് അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നോ? ആയിരുന്നോ? അർശിൻ്റെ റബ്ബ് അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നോ? എന്നിട്ടും അവരെ അള്ളാഹു തആല കാഫിർ എന്ന് വിളിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ആ പാരമ്പര്യക്കാരാണ് അള്ളാഹു തആല കാഫിർ എന്ന് വിളിച്ചത്. അക്കാഫിരിങ്ങൾ ഇപ്പോഴും കാഫിർ തന്നെയാണ്. ഈ കാഫിർ എന്ന വാക്ക് കാണുമ്പോൾ വേറെ മതക്കാരെ പറ്റി ചിന്തിക്കുന്നത് ജഹാലത്താണ്, വിവരക്കേടാ. ഇവിടുത്തെ ഷീഈ മൊല്ലമാര് ജൂതന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയ വിവരക്കേടാണത്. അള്ളാഹ് കാഫിർ എന്ന് വിളിച്ചത് ഇവിടുത്തെ വേറെ മതക്കാരെയാണ്, നമ്മളെയല്ല, നിങ്ങളെ തന്നെയാണ് അള്ളാഹ് കാഫിർ എന്ന് വിളിച്ചത്. ഈ മൊല്ലമാരെയും ശൈഖുനമാരെയുമാണ് അള്ളാഹു കാഫിർ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന വികാരം എന്താണ്? എന്നിട്ട് എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങൾ ഈ ഇടയാളാക്കി നിർത്തുന്നവർ, നിങ്ങൾ ഈ തവസ്സുൽ ഇസ്തിഗാസയും ചെയ്യുന്നവർ, നിങ്ങൾ ഈ ദുആ ചെയ്യുമ്പോൾ ഇടക്ക് നിർത്തുന്നവർ, ഞാൻ അവരെ പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങളാവട്ടെ അല്ലാഹ് മാത്രം മതി എന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങളും അംഗീകരിക്കാൻ തയ്യാറില്ലല്ലോ. നല്ല ആയത്തിന്റെ അർത്ഥം കുറച്ചുകൂടി കെട്ടി. വലാ അന ആബിദുൻ, ഇല്ല കൂട്ടരേ ഇല്ല, ഞാൻ നിങ്ങളെ ഈ ജാറത്തെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങളാവട്ടെ ഞാൻ പറയുന്ന അല്ലാഹു മാത്രം മതി എന്നത് അംഗീകരിക്കാൻ നിങ്ങളും തയ്യാറില്ലല്ലോ. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജാറത്തിൻ്റെ വഴിയേ പോകാം. വലിയ ദീൻ, ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ വഴിയേയും പോകാം. അങ്ങനെയല്ലേ ആ പ്രശ്നത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തീർപ്പ് പറഞ്ഞത്? അത് കോംപ്രമൈസ് ആകാൻ പറ്റില്ല. ഇവിടുത്തെ ചില തൗഹീദ് തലീക്കറിയാൾ പറയും പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ ബഹുസ്തര രാഷ്ട്രമാണ്, ബഹുസ്തര രാഷ്ട്രീയക്കാരാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ്സുകാർ, വേറൊരു ഭാഗത്ത് CPM-കാർ, വേറെ ഭാഗത്ത് മുസ്ലിം ലീഗുകാർ, വേറൊരു ഭാഗത്ത് SDP-ക്കാർ, എല്ലാവരും, ഒരു ഭാഗത്ത് RSS-കാർ, BJP-ക്കാർ. അതേപോലെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ച് ചോറെല്ലാം തിന്ന് ഒന്നിച്ച് കിടന്നുറങ്ങി എങ്ങനെ ഒന്നിച്ച് ഹാഹു എല്ലാം പറഞ്ഞ് നമ്മൾ ഈ മനസ്സിൽ വെച്ചാൽ പോരെ. ഖുർആൻ്റെ നിഷേധികൾ ഒന്നാമത്തെ നിഷേധികൾ അവരാണെന്നാണ് ഞാൻ പറയുന്നത്. ഷിയാക്കൾ രണ്ടാമത്തെ നിഷേധികളാണ്. ഒന്നാമത്തെ നിഷേധികൾ തൗഹീദ് അംഗീകരിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നവർ, രണ്ടാമത്തവർ തൗഹീദിനെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ. ഇവിടെയാണ് ഷഹാദത്തിന്റെ പ്രസക്തി എന്നാണ് നാം പറയുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുക്കറമയിൽ ജീവിച്ച കാലഘട്ടത്തെ പറ്റി നാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കാലയളവിലാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ജാറങ്ങളെ ഒഴിവാക്കി അല്ലാഹ് മാത്രം മതി എന്നും പറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കലേക്ക് എത്തുന്നത് ആയിരുന്നില്ലേ? രാത്രി രാത്രി ദുആ ചെയ്തത് ആരോടായിരുന്നു? പ്രമാണങ്ങൾ നിഷേധിക്കാൻ ഒക്കുമോ? ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രയാസം എന്താണ്? ഔലിയാക്കളെയും ജാറങ്ങളെയും വിട്ടിട്ട് മുഹമ്മദ് പറയും പോലെ അല്ലാഹ് മാത്രം എന്ന് പറഞ്ഞാൽ അല്ലാഹ് വെറുക്കൂലേ എന്നല്ലേ? ആ പേടിയല്ലേ മൗലാനമാർ, അബൂ താലിബ് അടക്കമുള്ള ശൈഖുനമാര് പ്രസംഗിച്ചു കൊടുത്തത്. ഇന്നത്തെ ശൈഖുനമാര് പ്രസംഗിക്കുന്ന പോലെ ഔലിയാക്കളെ വിട്ടാൽ അല്ലാഹ് വെറുക്കുമെന്ന്. അതല്ലേ അന്ന് അബൂ താലിബും പറഞ്ഞത്. അല്ലാഹ് ഒരു വെറുപ്പുമില്ല, ഔലിയാക്കളെ വിട്ടിട്ട് വന്നാലേ ഞാൻ ഏറ്റെടുക്കൂ എന്നാണ് അല്ലാഹ് പറയുന്നത് എന്ന് മുഹമ്മദ് നബി. അള്ളാഹിനോടൊപ്പം ഔലിയാക്കളും വേണമെന്ന് അബൂ താലിബ്. ഇന്ന് ജീവിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ മാനസികാവസ്ഥ എന്താ? അവിടെയാണ് നമ്മൾ ചരിത്രപരമായ താരതമ്യം വേണ്ടത്. ഹംസ റളിയല്ലാഹു രാത്രി ദുആ ചെയ്തു അല്ലാഹുവിനോട്, അല്ലാഹുമ്മ യാ റബ്ബ് ഇൻ കാന മാ ഖുൽതുഹു ഹഖൻ ഫശ്റഹ് ലി സദ്രി. ഏ അല്ലാഹ്, ഞാൻ അബൂജഹലിനോട് ഞാൻ മുഹമ്മദിന്റെ ദീനിലാണെന്ന് പറഞ്ഞു പോയി ദേഷ്യത്തിന്.
മുഹമ്മദിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാത്രം മതി എന്ന ദീനാണ്. ഔലിയാക്കൾ വേണ്ട എന്നുള്ള ദീനാണ്. അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഔലിയാക്കൾ വേണ്ട എന്ന ദീനാണ്. അല്ലാഹ്, നിന്റെ ഇഷ്ടവും നിന്റെ സന്തോഷവും ഔലിയാക്കന്മാരോടൊപ്പമാണ് എന്നാണ് ഞങ്ങൾ പഠിച്ചത് പരമ്പരാഗതമായിട്ട്. അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞു പോയി, അള്ളാഹുവേ, ഞാൻ പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ, ഞാൻ പറഞ്ഞ വാക്ക്, അതായത് മുഹമ്മദ് അംഗീകരിക്കുന്ന ഒന്നിനെയും കൂട്ടാതെ അള്ളാഹ് മാത്രം മതി എന്നത്, എല്ലാവരെയും കൂട്ടിയിട്ട് അള്ളാഹ് വേണം എന്ന് പറയുന്നതിനേക്കാൾ ഹക്കാണെങ്കിൽ എൻ്റെ മനസ്സ് നീ ഒന്ന് തുറന്നു തരണം അള്ളാഹുവേ. ഞാൻ ആകെ വിഷമത്തിലാണ്. ആരോടാ കൂട്ടരെ ദുആ ചെയ്തത്? ഹംസ ലാത്തനോടോ, ഉസനോടോ, മുദീശക്കങ്ങളോടോ, മമ്പത്ത തങ്ങളോടോ, കാസർഗോഡ് തങ്ങളോടോ? ആരോടാണ് റസൂലുള്ളാഹി ഹംസ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്? പ്രപഞ്ചത്തിൻ്റെ റബ്ബായ അല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹു പറയട്ടെ ബാക്കി, ഞാൻ നേരം വിളിക്കുന്നവരെ ഉരുണ്ട് കളിച്ച് ഉറങ്ങിയില്ല, തെരഞ്ഞു മറിഞ്ഞ് കിടന്നതേ ഉള്ളൂ. നേരം വെളുത്തപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ സമീപിക്കാൻ, ഹംസനെ മുഹമ്മദിനെ ഒന്ന് കാണാം, ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാം, മുഹമ്മദ് ഒരു തീരുമാനം എടുക്കും. അങ്ങനെ നേരം വെളുക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ, നേരം വെളുക്കും ഹംസ റളിയല്ലാഹു തആല അൻഹു നേരെ സലഫി സെന്ററിലേക്ക് പോയി, അഥവാ ദാറുൽ അർഖമിലേക്ക് പോയി. ദാറുൽ അർഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കറിയാം. അന്ന് സലഫി സെന്റർ എന്ന് പറഞ്ഞാലെങ്കിലും മനസ്സിലാവുമല്ലോ. നേരെ സലഫി സെന്ററിലേക്ക് പോയി. അതെ, ഇപ്പുറത്ത് സുന്നി സെന്റർ ഉണ്ട്, ദാറുൻ നദുവ, സുന്നി സെന്ററാണ്. അവിടെ വെച്ചാണ് മൗലൂദും റാത്തീബും തീരുമാനിക്കൽ. അള്ളാഹ് മാത്രം മതി എന്ന് തീരുമാനിക്കൽ ദാറുൽ അർഖമിൽ വെച്ച റസൂലുള്ളാഹി തങ്ങളുടെ നേതൃത്വത്തിൽ. ഇപ്പുറം അബൂ താലിബ് ശൈഖുനാന്റെ നേതൃത്വത്തിൽ ദാറുൽ നദുവയിൽ വെച്ച് മൗലൂദും റാത്തീബും കുത്തിബത്തും തീരുമാനിക്കൽ. ഇനി ഭാഷ മനസ്സിലാകാതെ ഒന്നും പോണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തിരുത്തി. ഒരേ സമയത്ത് സഹോദരനുമാണ്, അതേ സമയത്ത് പിതൃവ്യനുമാണ്. അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? അള്ളാഹു പോരെ. അതുകൊണ്ട് ഹംസ, സമയമായിരിക്കുന്നു, പ്രഖ്യാപിക്കൂ ഷഹാദ. ഹംസ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് റസൂലുള്ളാഹി തങ്ങളെ കയ്യും പിടിച്ച് പ്രഖ്യാപിച്ചു, അശ്ഹദു, ഇന്നു മുതൽ ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് വിഷയമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഒന്നിച്ച് മറ്റൊരാളെയും കൂട്ടുന്ന പ്രശ്നമില്ല, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. വഅശ്ഹദു അന്നക മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഓ മുഹമ്മദ്, നിങ്ങൾ എന്താണോ പറയുന്നത് അത് അപ്പടി അനുസരിച്ച് ജീവിക്കാനും ഇന്നു മുതൽ ഞാൻ തയ്യാറാണ്. ഇവിടെയല്ലേ ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്? നിങ്ങൾ പറയണം ഏത് മതത്തിൽ നിന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായത് എന്ന്. പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് പ്രാമാണിക ഇസ്ലാമിലേക്കാണ് ഹംസ റളിയല്ലാഹു അൻഹു വന്നത്. അനുഷ്ഠാന ഇസ്ലാമിൽ നിന്ന് ആദർശ ഇസ്ലാമിലേക്കാണ് ഹംസ റളിയല്ലാഹു അൻഹു വന്നത്. ഹംസ റളിയല്ലാഹു അൻഹു ഇതുവരെ ചെയ്തു പോയ അനുഷ്ഠാനങ്ങളെല്ലാം പരമ്പരാഗതമായ ആചാരങ്ങൾ മാത്രമാണ്. ഇപ്പോഴാണ് ആദർശത്തിലേക്ക് വന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ ഷീയത്തിൽ നിന്നും സലഫിയത്തിലേക്ക് വരുന്നത് പോലെ, ഇന്നലെ വരെ ജാറത്തിൽ പോയി ദിക്ർ ഹൽക്കയ്ക്കും സലാത്ത് ഹൽക്കയ്ക്കും പങ്കെടുത്ത് ബിരിയാണിയും തിന്ന് ആണ്ടും നേർച്ചയും കുത്തുബിയത്തും സകലവും കഴിച്ച് സുഖസുഭിക്ഷമായി മൗലാനമാരൊന്നിച്ച് സന്തോഷമായി ജീവിച്ച ആദ്യാക്കന്മാരും ചെറുപ്പക്കാരും വയസ്സന്മാരും ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഹൃദയം തുറന്നു കിട്ടിയവർ, ഏതോ ഒരു സമയത്ത് ക്ലിക്കായി പോയവർ, അവർ പ്രഖ്യാപിച്ചു, ഇനി ഞാൻ അങ്ങോട്ടില്ല, ഞാൻ എൻ്റെ അള്ളാഹുലേക്ക് മാത്രമേ ഉള്ളൂ. അവരെയാണ് നാം ഇപ്പോൾ സലഫികൾ എന്ന് പറയുന്നത്. അല്ലേ? അന്ന് ഖുറൈശികൾ റസൂലുള്ളാഹി തങ്ങളെയും തങ്ങൾ ഒന്നിച്ചുള്ളവരെയും ദാ അവനും കുടുങ്ങി സിഹിറിൽ. മുഹമ്മദ് കടുത്ത സിഹിറുകാരനാണ്. ഉമർ സിഹിറിൽ കുടുങ്ങി, ഹംസ സിഹിറിൽ കുടുങ്ങി. അതേപോലെ ഇന്നത്തെ ഷിയാക്കളും മൗലാനമാരും എന്തു പറയും? ഇതുവരെ അവൻ സുന്നിയാണ്, ഇപ്പോൾ അവൻ വഹാബിയായി. ഖുറൈശികൾ അന്ന് സിഹിർ എന്ന് ഉപയോഗിക്കുന്നു, അഖുറൈശികളെ പിൻഗാമികൾ ഇന്ന് വഹാബി എന്ന് ഉപയോഗിക്കുന്നു. വ്യത്യാസമുള്ളൂ. ഇവൻ ഇന്നലെ വരെ നല്ല ഒറിജിനലായിരുന്നു, ഇപ്പോഴും വഹാബിയായി. മുഹമ്മദ് 40 വയസ്സ് വരെ ഒറിജിനലായിരുന്നു, ഇപ്പോൾ അവൻ സാഹിറായി. അല്ലേ? ഖുറൈശികൾ അങ്ങനെയല്ലേ റസൂലുള്ളാഹി തങ്ങളെ അഭിസംബോധന ചെയ്ത് പിന്നീട് ചോദിച്ചില്ലേ പരിശുദ്ധ ഖുർആൻ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, നീ എന്താണ് മുഹമ്മദ് ഈ പറയുന്നത്? എല്ലാവരെയും വിട്ടിട്ട് അള്ളാഹ് മാത്രം മതിയെന്നോ? ഈ ഔലിയാക്കന്മാരില്ലാതെ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടുക? ബിജാഹി ബർക്കത്തും ബിഹി ബർക്കത്തും ബിഹക്കി ബർക്കത്തും ഒന്നും ഇല്ലാണ്ട് എങ്ങനെ കാര്യങ്ങൾ നേടുക? എന്താണ് മുഹമ്മദ് ഈ പറയുന്നത്? അജഅലൽ ആലിഹ, ഈ ഔലിയാക്കന്മാരെല്ലാം നീ ആക്കി കളഞ്ഞോ? ഇലാഹൻ വാഹിദ, ഒറ്റയാൾ മതിയെന്ന്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്,
ഇതൊരു അത്ഭുതമുള്ള കാര്യമാണല്ലോ മുഹമ്മദ്, വല്ലാത്ത അജീബായ ഒരു കാര്യമാണല്ലോ. എന്നിട്ട് ഖുറൈശികൾ ചോദിക്കുമായിരുന്നു, ഇന്നാലെ താരിഖു ആലിഹത്തിന ലിശാഇരിൻ മജ്നൂൻ, ഈ പിരാന്തനായ, ഈ കവിയായ, ഈ സാഹിറായ മുഹമ്മദിന് വേണ്ടി നമ്മൾ പരമ്പരാഗതമായി ഉപ്പുപ്പമാര് പരിചയപ്പെടുത്തി തന്ന മഹാന്മാരെയൊക്കെ കൈവിട്ടിട്ട് ഇവൻ ഈ പറയും പോലെ അള്ളാഹ് മാത്രം മതി എന്ന് പറയാൻ ഈ സാഹിർ, ഈ കഥ പറയുന്ന പിരാന്തനൊന്നും വെച്ചാണോ ഖുർആൻ പറഞ്ഞ വാക്കാ? ഈ ഷായിറും പിരാന്തനുമായ മുഹമ്മദിന് വേണ്ടി നമ്മൾ നമ്മളെ ജാറത്തെ വിടണമെന്നാണോ? നടക്കുന്ന കാര്യമല്ല എന്നാ പറഞ്ഞത് ഖുറൈശികൾ. അതിനല്ലേ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ടു. അബൂ താലിബും ഖദീജ ബിബിയും മരണത്തോടുകൂടി തികച്ചും ഒറ്റപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ അഭയം തേടിക്കൊണ്ടാണ് തായിഫിലേക്ക് യാത്ര തിരിച്ചത്, നാട് വിട്ടത്. തായിഫിൽ നിന്നുള്ള കടുകടുത്ത ദുരനുഭവങ്ങളുമായി തിരിച്ചു വന്നു റസൂലുള്ളാഹി തങ്ങൾ മുത്ഇം ഇബ്നു അദിയിന്റെ സംരക്ഷണത്തിൽ, അന്ന് മുത്ഇം ഇബ്നു അദി മുസ്ലിം അല്ല, ഷഹാദത്ത് പറഞ്ഞ ആളല്ല, പാരമ്പര്യ മുസ്ലിമാണ്. അവരുടെ സംരക്ഷണത്തിനാണ് ഇപ്പോൾ അഷ്റഫുൽ ഖൽഖും സെയ്ദ് ബിൻ ഹാരിസയും ഉള്ളത്. ഈ സന്ദർഭത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ ഒന്ന് സന്തോഷ വാക്ക് പറയാൻ ആരുമില്ല, ഒന്ന് ചിരിക്കാൻ ആളില്ല, ഒന്ന് മുഖം നോക്കി സന്തോഷം പ്രകടിപ്പിക്കാൻ ആളില്ല. ഉമ്മയില്ല, ബാപ്പയില്ല, ഉപ്പുപ്പയില്ല, മൂത്താപ്പയില്ല, ഭാര്യയില്ല, ജ്യേഷ്ഠാനുജന്മാര് നേരത്തെ ഇല്ല, ഹബീബായ മുത്തായ മുസ്തഫാക്ക് പെങ്ങന്മാരില്ല, മരുമക്കളില്ല, ആരോരുമില്ല. ഈ ഖുറൈശി തറവാട്ടുകാർ അബൂ താലിബ് മരിച്ചതിന് ശേഷം കടുകടുത്ത ഹൃദയമുള്ള അബൂലഹബിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഖുറൈശി സമൂഹം. അബൂലഹബിൽ നിന്ന് അബൂ താലിബിൻ്റെത് പോയിട്ടൊരു ദയയുള്ള വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല അഷ്റഫുൽ ഖൽഖായ തങ്ങൾ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് തങ്ങളോട് പറഞ്ഞത്, ഓ മുഹമ്മദ്, ഭൂമിയിൽ താമസിക്കണ്ട, ഒന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് കാണാം. അഷ്റഫുൽ ഖൽഖിനെ അള്ളാഹു ആകാശത്തിലേക്ക് ക്ഷണിച്ചു. ഇതല്ലേ ഇസ്രാവും മിഅ്റാജും? എന്തായിരുന്നു കാരണം? ആ ഹബീബിൻ്റെ മനസ്സിനെ ഒന്ന് തലോടാൻ, ആ ഹബീബിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ. വാ മുഹമ്മദ്, ഇങ്ങ് വാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല. എന്തിന്? ലിനുരിയഹു മിൻ ആയാതിനാ, ലിനുരിയഹു മിൻ ആയാതിനാ, ലിനുരിയഹു, നാം ആ മുഹമ്മദിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മിൻ ആയാത്തിന, നമ്മുടെ സംവിധാനങ്ങളെ, അതെ അഭൗതിക ലോകത്തെ സംവിധാനങ്ങൾ മുഹമ്മദിനെ കാണിച്ചു കൊടുത്തിട്ട് ഇനി തുടർന്നുള്ള യാത്രയ്ക്ക് ശക്തി പകരണം. അതിനുവേറ്റാ കൂട്ടിക്കൊണ്ടുപോയത്. മിറാജും കഴിഞ്ഞ് തിരിച്ചു വന്നു. രാവിലെ തന്നെ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ സുന്നി സെന്ററിന്റെ അടുത്ത് പോയിട്ട് പ്രസംഗിച്ചു. സുന്നി സെന്ററിന്റെ അടുത്ത് പോയിട്ട് അബൂജഹൽ അടക്കമുള്ളവരിക്കുന്ന ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന യാത്രയൊക്കെ കഴിഞ്ഞു, പുതിയ വിശേഷങ്ങൾ വല്ലതും ഉണ്ടോ മുഹമ്മദ്? ചിരിച്ചുകൊണ്ട് അബൂജഹൽ ചോദിച്ചു. മുഹമ്മദിന് എന്തോ പറയാണ്ടെന്ന് തോന്നുമല്ലോ, എന്തോ പ്രത്യേകത എന്തോ തോന്നുന്നല്ലോ, മുഖത്ത് ഭയങ്കര പ്രകാശം ഉണ്ടല്ലോ, എന്തെങ്കിലും പിരാന്ത് പറയാനുണ്ടോ മുഹമ്മദിന്? ഉണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ്? ഞാൻ ഇന്നലെ രാത്രി ഇന്ന സ്ഥലത്തൊക്കെ പോയി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും കൂടി ക്ലബിലുള്ള ആൾക്കാരല്ലേ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിരാന്തുമായിട്ട് ഇതാ മുഹമ്മദ് വന്നിരിക്കുന്നു, വലിയ പിരാന്ത്. നമുക്ക് 2 മാസം വേണം ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വരാൻ, ഇവൻ ആകാശത്തിലും പോയി തിരിച്ചു വന്നിരിക്കുകയാണ് അത്രേ. കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അബൂജഹൽ ചോദിച്ചു, മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ഞാൻ എൻ്റെ ഖൗമിനെ വിളിക്കട്ടെ, നീ ഇത് പറയോ? ഞാൻ പോയിട്ട് പറഞ്ഞ അവർ അംഗീകരിക്കൂല, നീ അവരോട് പറയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ധൈര്യമായിട്ട് ഖൗമിനെ വിളിക്കും. യാ അഹ്ല ഖുറൈശ്. അബൂജഹലിന്റെ വിളി കേട്ടപ്പോൾ എല്ലാവരും സുന്നി സെന്ററിലേക്ക് ഓടി വന്നു. ദാ മുഹമ്മദിന് എന്തോ പറയാനുണ്ട് എന്ന്. മുഹമ്മദിന് എന്തോ പറയാനുണ്ട്. മുഹമ്മദേ പറ. ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലും അതിൻ്റെ അപ്പുറത്ത് ആകാശങ്ങളിലും പോയിട്ട് വന്നിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് കണ്ടത് പറയാൻ ആരും പേടിക്കണോ? പഠിച്ചത് പറയാൻ ആരെങ്കിലും പേടിക്കണോ? കണ്ടതും പറഞ്ഞ ആരും പേടിക്കണോ? ഈ അഡ്ജസ്റ്റ് ബൗസരക്കാർക്ക് പറയാൻ പേടിക്കണം, കുറച്ചൊക്കെ വോട്ട് പേടിക്കണം, സമ്പത്ത് പേടിക്കണം, കച്ചവടം പേടിക്കണം, കല്യാണം പേടിക്കണം,
കാരണം ഒറിജിനൽ സലഫിക്കാരൻ, ഒറിജിനൽ ഷീഈ മുശ്രിക്കിന്റെ മോളെയാണ് കെട്ടിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഹമീദ് ഫൈസി പറഞ്ഞത് ശരിയല്ലേ? ഹമീദ് ഫൈസി ചോദിക്കുന്നു, വഹാബികൾ ജാറത്തിൽ പോക്ക് ശിർക്കാണെന്ന് പറയുന്നു, പക്ഷെ ജാറത്തിൽ പോകുന്ന ആൾക്കാരെ പിറകിൽ നിസ്കരിക്കുന്നു, എങ്കിൽ ഇത് കപടമല്ലേ? ശിർക്ക് ചെയ്യുന്നവന് തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? മുജാഹിദീങ്ങളാവട്ടെ ഷിയാക്കളെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നു കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കപടന്മാരല്ലേ? അദ്ദേഹം ചോദിച്ചത് ശരിയല്ലേ? ഹമീദ് ഫൈസി ചോദിച്ചത് ശരിയല്ലേ? കാരണം മുജാഹിദാന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തിട്ട് നടക്കും, ജാറത്തിൻ്റെ പള്ളിയിൽ പോയിട്ട് ആ ഇമാമിൻ്റെ കുത്തിവെത്തി തേക്കുന്ന ഇമാമിൻ്റെ ഒക്കെ നിൽക്കുകയും ചെയ്യും. ഇതിൽ ഞാനും മുജാഹിദാന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഹമീദ് ഫൈസി ചോദിച്ചതല്ലേ ശരി? ഈ മുജാഹിദീങ്ങളെന്ന് പറയുന്നവർ കപടന്മാരാണ്, അള്ളാഹ് മാത്രം മതി എന്ന് പറയുക, ശിർക്ക് ചെയ്യുന്നവരെ പിറകെ നിസ്കരിക്കുകയും ചെയ്യുക. ഇനി ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇനി ഞാൻ ക്ലിയറാക്കിയിട്ട് കുലുമാലാണ്ട. നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു മുവഹിദ് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചാൽ മതി. ഹമീദ് ഫൈസിയോട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ആത്മാർത്ഥതയും മുഖ്ലിസുമായ മുവഹിദുകൾ നിങ്ങളെ തുടരുന്ന പ്രശ്നമില്ല, നിങ്ങളെ പള്ളി കയറുന്ന പ്രശ്നമില്ല, ഇപ്പോഴും കയറുന്നുമില്ല. മുദബ്ബിബീൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള ബഹുസരൻ്റെ ആൾക്കാർ ചിലപ്പം കയറുന്നുണ്ടാവാം, അതാണ് നിങ്ങൾ കാണുന്നത്. അതേ അവസരത്തിൽ മുവഹിദായവർ, തൗഹീദ് ഷഹാദത്ത് പറഞ്ഞവർ, അവർ നിങ്ങളെ പള്ളി കയറി നിസ്കരിക്കുന്ന പ്രശ്നമില്ല, നിങ്ങളെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കുന്ന പരിപാടിയുമില്ല. ഇല്ല, കേരളത്തിൽ ഒരാളെയും അത്തരം കാര്യങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. മുനാഫിക്കുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരിക്കോ? നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ നിങ്ങൾ പറയുന്നുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ രീതിയിൽ മിഅ്റാജും കഴിഞ്ഞ് തിരിച്ചു വന്ന അഷ്റഫുൽ ഖൽഖായ തങ്ങൾക്ക് ഇനി ആവശ്യം എന്താണ്? അഭയം വേണം. ആകാശത്തിൽ പോയി വന്നു ഇനി മക്കയിൽ ജീവിക്കണം, ജോലി പൂർത്തിയാക്കണം. എവിടെ താമസിക്കും? ആരാ കൂട്ടുക? ആരാണോ ഒന്നിച്ചുള്ളത്? ഏത് വീട്ടിലാ താമസിക്കുക? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ഗോത്രക്കാരുടെയും പടിവാതിൽക്കലേക്ക് പോകാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് നടക്കുന്ന സന്ദർഭത്തിൽ മിനായിലേക്ക് പോയി. ഹാജിമാർ വന്നു കൂടിയിരിക്കുകയാണ്. പാരമ്പര്യ ഹാജിമാർ, ഷീഈ ഹാജിമാർ വന്നു കൂടിയിരിക്കുകയാണ് മിനായിൽ ഹജ്ജിന് വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾ അവരോടൊപ്പം ഹജ്ജ് ചെയ്യാറില്ല, അവരോടൊപ്പം നിസ്കരിക്കാറില്ല. അവർ മിനായിൽ വെച്ച് നിസ്കരിക്കും. അഷ്റഫുൽ ഖൽഖ് അവരോടൊപ്പം കൂടാറില്ല. റസൂലുള്ളാഹി തങ്ങൾ ഓരോ തമ്പിൻ്റെയും വാതിൽക്കൽ പോയി മുട്ടി. ഒന്നിച്ച് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഒത്തിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മുട്ടുമ്പോൾ അവർ തമ്പിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ തുറക്കും. ഹദീസിൽ വന്നത് അഷ്റഫുൽ ഖൽഖ് സലാം പറയും. ആയിരിക്കും ഈ ശിയാക്കൾ പറയും പോലെ ഏതെങ്കിലും മതക്കാർക്കോ? പാരമ്പര്യക്കാരാണ് അവർ, അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് വെക്കുന്നവരാണ്, അവർക്കാണ് സലാം പറഞ്ഞത്. അവർ സലാം മടക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്പിലേക്ക് കയറും. കയറട്ടെ എന്ന് ചോദിച്ച് സമ്മതം ചോദിച്ചതിന് ശേഷം അബൂബക്കർ ചോദിക്കും, മൻ അന്തും, നിങ്ങൾ ആരാണ്? ഓരോ കൂടെ ഒരു നമ്മളെ ഇന്ന് രാജ്യത്തിനാണ് മിനായിൽ തമ്പിലുണ്ടാകുക, ഇന്ത്യൻ്റെ തമ്പ്, പാകിസ്ഥാൻ, അങ്ങനെ അന്ന് ഗോത്രക്കാർക്കാണ് തമ്പുണ്ടാകുക. ഹജ്ജിന് ഗോത്രക്കാരുടെ തമ്പുകളാണ്. നിങ്ങൾ ഏത് ഗോത്രമാണ്? അപ്പോൾ ആ ഗോത്രത്തിൻ്റെ തലവന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ബനു സഅദ് ഗോത്രക്കാരാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഒന്നിച്ചുള്ളത് മുഹമ്മദാണ്, അവർക്കൊന്ന് എന്തോ വർത്താനം പറയാനുണ്ട്, പറയട്ടെ. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂബക്കർ പിറകോട്ട് മാറും, റസൂലുള്ളാഹി തങ്ങൾ മുമ്പോട്ട് വരും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് അവർ പറയും, അഷ്റഫുൽ ഖൽഖ് പ്യൂറായിട്ട് പറയും, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫശ്ഹദൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ പറയണം. ഞാൻ ആ അള്ളാഹു നിയോഗിച്ച റസൂലാണ്, നിങ്ങൾ എന്നെ അനുസരിക്കണം. ആ സമയത്ത് ബനൂ സഅദ് ഗോത്രക്കാര് പല വർത്താനങ്ങളും പറഞ്ഞു. അവിടുന്ന് പിരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന്. അഷ്റഫുൽ ഖൽഖ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പോകുന്നത് ബനൂ ഷൈബാൻ ഗോത്രക്കാരിലേക്കാണ്. ഒരുപാട് ആൾക്കാരുള്ള മഹത്വമുള്ളൊരു ഗോത്രമാണ് ബനൂ ഷൈബ ഗോത്രം. ആ ഷൈബിലേക്ക് സമ്മതം ചോദിച്ച് കയറി റസൂലുള്ളാഹി തങ്ങൾ അവരോടും പറഞ്ഞു, രണ്ട് വാക്ക് പറഞ്ഞോട്ടെ. അവിടെ നിന്നും റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ അവർ പല ഡിമാൻഡുകൾ വെച്ചു. ഡിമാൻഡോടുകൂടി ഇസ്ലാമില്ല, ഈ ബൗസറ ഇസ്ലാമില്ല എന്നർത്ഥം. ഡിമാൻഡില്ല, തൗഹീദിന് ഡിമാൻഡില്ല, അതങ്ങ് അംഗീകരിക്കലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഡിമാൻഡ്സുകളോടുകൂടിയുള്ള അംഗീകാരം ശരിയാവുകയില്ല, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി മുസ്ലിം ആകണം. റസൂലുള്ളാഹി തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഇറങ്ങി അടുത്ത തമ്പിലേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ്.
അഷ്റഫുൽ ഖൽക്ക് കാണുന്നു 6 പേരടങ്ങുന്ന ഒരു ചെറു സംഘം. ആ സംഘത്തെയും അഷ്റഫുൽ ഖൽക്ക് വിട്ടില്ല കാണാതെ. പോയി മുട്ടി കയറി. മിന്നൈന അന്തും, നിങ്ങൾ ആരാണ്? ഞങ്ങൾ യസ്രിബിൽ നിന്നുള്ള ഖദ്റജ് ഗോത്രക്കാരാണ്. മദീനത്ത് നിന്ന് ഹജ്ജിന് വന്നിരിക്കുകയാണ്. പാരമ്പര്യ മുസ്ലിങ്ങൾ, ഔസ് ഖസ്റജ് ഗോത്രക്കാർ പാരമ്പര്യക്കാരാണ്. ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തുംകാരാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു അവരോട്, യസ്രിബിലെ ജൂത ഗോത്രക്കാരുടെ അയൽവക്കത്ത് താമസിക്കുന്ന ഖദ്റജാണോ നിങ്ങൾ? ഖാലു നഅം, അതെ ഞങ്ങളാ. റസൂലുള്ളാഹിക്ക് ആവേശം കേട്ടു. അതേ, അഷ്റഫുൽ ഖൽക്കിന് യസ്രിബിലെ ജൂതന്മാരെ പറ്റി അറിയാം. ഈ ഖസ്റജ് ഗോത്രക്കാരും ജൂതന്മാരും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയും അറിയാം. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ? റസൂലുള്ളാഹി തങ്ങൾക്ക് അവർ സമ്മതം കൊടുത്തു. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം നിങ്ങൾ. ആ സമയത്ത് ആ ഗോത്രത്തലവന്മാർ കൂടി യോഗം കൂടി പറഞ്ഞു, ജൂതന്മാര് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ആയിരിക്കാം ഇത്, തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കണം. ജൂതന്മാർ ഈ പ്രവാചകനെ കാത്തിരിക്കുകയാണ്. പ്രവാചകനെ സ്വീകരിച്ച് അവരെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഖസ്റജ് ഗോത്രക്കാരെ നശിപ്പിക്കാൻ. അതിന് മുമ്പേ നമുക്ക് ഈ മുഹമ്മദിനെ അംഗീകരിക്കണം. അവർ കൂട്ടത്തോടെ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു. യസ്രിബിൽ നിന്ന് വന്ന സംഘം മുസ്ലിമായി. മുസ്ലിമായി എന്ന് പറഞ്ഞാൽ മർക്കജീദുന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ കൊടുത്തു. ഇനി അങ്ങോട്ട് ഇനി ജാറമില്ല, അല്ലാഹ് മാത്രം. ഇനി അങ്ങോട്ട് വേറെ നേതാക്കന്മാരില്ല, മുഹമ്മദ് നബി മാത്രം. ആ 6 സംഘമാണ് ആദ്യത്തെ ഹുദൈബിയ സംഘം, മിനായിലെ സംഘം. അവരാണ് മദീനയിലേക്ക് തിരിച്ചുപോയി പിറ്റത്തെ കൊല്ലം 12 ആളുമായിട്ട് വന്നത്. അതിൻ്റെ അപ്പുറത്തെ കൊല്ലം 75 ആളുമായിട്ട് വന്നത്. അവരുമായിട്ടുള്ള സംസാരത്തിലാണ് മദീനത്തേക്കുള്ള ഹിജറിൻ്റെ ചർച്ച തുടങ്ങുന്നത്. ആ ചർച്ചയിലാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറി സംസാരിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്നും മുസ്ലിം അല്ല. ഉഹദിൽ മുശ്രിക്കീങ്ങളുടെ പക്ഷത്താണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ബദറിൽ മുശ്രിക്കീങ്ങളുടെ പക്ഷത്താണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷെ അന്ന് ആ 70ഓളം വരുന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാരോട് സംസാരിക്കാൻ അഷ്റഫുൽ ഖൽക്ക് ഒന്നിച്ചു കൊണ്ടുപോയത് 1 അബൂബക്കർ സിദ്ദീഖിനെ, 2 അലി അബി താലിബിനെ, 3 അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ. മുഹമ്മദ് നബി ഏതോ കുഞ്ഞിനാമിനെയും കൂട്ടിയിട്ട് പോയി എന്നാണോ നിങ്ങൾ അർത്ഥം വെക്കേണ്ടത്? ഏതോ വർഗീസിനെയും കൂട്ടിയിട്ട് പോയി എന്നാണോ നിങ്ങൾ അർത്ഥം വെക്കുക? അതേസമയത്ത് അബ്ബാസ് മുസ്ലിമായിരുന്നോ? അല്ല. എന്തുകൊണ്ട് മുസ്ലിമായില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ കൊടുത്തില്ല, അതുകൊണ്ട് മുസ്ലിമായില്ല. നിസ്കാരക്കാരനാണ്, നോമ്പുകാരനാണ്, ഹജ്ജിന് വന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടാരത്തിന്റെ ഗേറ്റ് മാറാവുകാരനാക്കിയ അഷ്റഫുൽ ഖൽക്ക് അലിയിനെ വഴിക്ക് നിർത്തി. എന്തുകൊണ്ട്? മക്കയിൽ നിന്ന് ഈ യസ്രിബിൽ നിന്ന് തന്നെ 500ഓളം പേര് ഹജ്ജിന് വന്നിട്ടുണ്ട്. അതിൽ 73 പേര്, 55 പേര് മാത്രമാണ് ഷഹാദത്തിന്റെ ആൾക്കാർ. ബാക്കിയുള്ളത് പാരമ്പര്യ മുസ്ലിമീങ്ങളാ. ഇന്നത്തെ മാതിരി തന്നെ ഇന്ന് മിനയിൽ 25 ലക്ഷം ഉണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ന്യൂനപക്ഷം സലഫികൾ, ബാക്കി കംപ്ലീറ്റ് ഷിയാക്കൾ. ഇന്നത്തെ പോലെ തന്നെ അന്ന് 500 പേരാണ് മദീനയിൽ നിന്ന്. ചരിത്രം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക സഹോദര. അതാണ് തൗഹീദിന്റെ അടിത്തറ. മറ്റുള്ള എല്ലാം വേറെ മതക്കാരാക്കി ജാറത്തിന്റെ ആൾക്കാർ ഞങ്ങളാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ നമുക്ക് തന്റെ ഇടം ഉണ്ടാകണം. അതായിരിക്കണം നമ്മുടെ തൗഹീദ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, 500 ചില്ലാനം ആൾക്കാർ അറിയാൻ പാടില്ല. രാത്രി സമയത്ത് കഅബ് ബിൻ മാലിക്കും വേറൊരാളും കൂടി അഷ്റഫുൽ ഖൽക്കിനെ കാണാൻ മക്കയിലേക്ക് പോയിരുന്നു. ഞങ്ങളിങ്ങനെ 500ഓളം ആൾ വന്നിട്ടുണ്ട്. അതിൽ 75 പേര് മുസ്ലിമീങ്ങളാണ്, ബാക്കിയുള്ളവർ പാരമ്പര്യക്കാരാണ്. ഒരു മസല ചോദിക്കാനാണ് പോയത്, കഅബയായിട്ട് കിബിലയായിട്ട് ബന്ധപ്പെട്ട. അപ്പോഴാണ് റസൂൽ തങ്ങൾ അറിയുന്നത് ഇങ്ങനെ യസ്രിബിൽ നിന്നൊരു 75 ആൾ വന്നിട്ടുണ്ട്, മുസ്ലിമീങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്ന്. റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ ദുൽഹജ്ജ് 13 അന്ന്, ഹജ്ജ് തീരുന്ന അന്ന് രാത്രി പാതിരാ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളടുത്തേക്ക് വരാം.
നിങ്ങൾ സ്വകാര്യമായിട്ട് എത്തിയിട്ട് കൂടിക്കൊള്ളണം, ഒരു രഹസ്യ യോഗത്തിന് ഏർപ്പാടാക്കിയ അഷ്റഫുൽ. കാരണം ആ 500 ആൾ അറിയാൻ പാടില്ല, ഖുറൈശികളും അറിയാൻ പാടില്ല. ഇവരെല്ലാം ഹജ്ജിന് വന്നിട്ടുണ്ട്, ഞാൻ എത്ര കൃത്യമായി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ? നാം പാരമ്പര്യക്കാരെ കണ്ടിട്ട് വഞ്ചിതരാവരുത്, അവരെ നിസ്കാരം കണ്ടിട്ട് വഞ്ചിതരാവരുത്, അവരെ നോമ്പ് കണ്ടിട്ടും ഹജ്ജ് കണ്ടിട്ടും ദിക്ർ ഹൽക്ക കണ്ടിട്ടും സലാത്ത് ഹൽക്ക കണ്ടിട്ടും വഞ്ചിതരാവരുത്. വല്ലാഹി അവർ ലലാലത്തിലാണ്. ജാറങ്ങളുമായി ബന്ധമുള്ള കാലത്തോളം നിങ്ങൾ തൗഹീദ് ക്ലിയറായി സംരക്ഷിച്ചു കൊള്ളുക, ഷഹാദത്തിനെ സഹിയാക്കിക്കൊള്ളുക. അതാണ് നമുക്ക് കിട്ടിയ പാരമ്പര്യത്തിന്റെ ദീൻ, പരമ്പരാഗതമായ റിസാലത്തിന്റെ ദീൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ആ രീതിയിൽ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹജ്ജ് കഴിഞ്ഞു, ദുൽഹജ്ജ് 13 അന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാവരും പിരിയാൻ തുടങ്ങി. മക്കക്കാരെല്ലാം വീട്ടിലേക്ക് പോയി. യസ്രിബുകാർ കൂടാരത്തിലുണ്ട്. 500 പേര് ഖസ്റജ് ഗോത്രക്കാർ, ഔസ് ഗോത്രക്കാരും ഖസ്റജ് ഗോത്രക്കാരും. ഖസ്റജാണ് കൂടുതൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാതിര കഴിഞ്ഞതിന് ശേഷം അർദ്ധരാത്രിയിൽ മെല്ലെ ഹുദൈബിയ അഖബയിലേക്ക് പോവുകയാണ്. ജംറത്തുൽ അഖബ, കല്ലെറിയുന്ന സ്ഥലം. അഷ്റഫുൽ അവിടെ എത്തി. ആ വിവരം ഇവരെ അറിയിച്ചു. ഇവരോട് പറഞ്ഞു, നിങ്ങൾ വളരെ രഹസ്യമായി ഇന്ന സ്ഥലത്ത് ആ പാറയുടെ ചോട്ടിൽ കൂടണമെന്ന്. ഈ 75 പേര് കൂടാരത്തിൽ നിന്ന് 2 ആൾ 5 ആൾ 2 ആൾ 5 ആൾ വീതം മാത്രം ഒന്നിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ അറിയും ഒന്നിച്ച് മുസ്ലിമീങ്ങളുണ്ട്, ഒന്നിച്ച് ഷഹാദത്തില്ലാത്ത മുസ്ലിമീങ്ങളുണ്ട്, തൗഹീദില്ലാത്ത പാരമ്പര്യ യാറത്തിൻ്റെ മുസ്ലിങ്ങളുണ്ട്. അവരറിയാൻ പാടില്ല. അവർ സ്വകാര്യമായിട്ട് അവരെ പോയി കൂടി. അഷ്റഫുൽ ഖൽഖ് കൃത്യസമയത്ത് അവിടെ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ ഗേറ്റിന് പാറ വരാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വഴിക്ക് നിർത്തി അബ്ബാസുമായിട്ട് കൂടാരത്തിലേക്ക് കയറി. ഇതെന്താ ആലോചിക്കാത്തത്? സെൽഫികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? നിങ്ങൾ ഈ പറയുന്ന ഈ തൗഹീദ് മെമ്പർഷിപ്പിൽ ഒതുക്കരുതെന്ന് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായി ആദർശത്തിൽ ഒതുക്കണം. നിങ്ങൾ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിൽ നിങ്ങൾ 2 പേരെ കാണുള്ളൂ. അതാണ് നമ്മുടെ പാരമ്പര്യം, തൗഹീദിൻ്റെ പാരമ്പര്യം, ഇസ്ലാമിൻ്റെ പാരമ്പര്യം. അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് റളിയല്ലാഹു അൻഹു അല്ല, അന്ന് ഖുറൈശിയാണ്, പാരമ്പര്യക്കാരനാണ് അബ്ബാസ്. ആ അബ്ബാസിനെയും കൂട്ടിയിട്ടാണ് ഇതിനുള്ളിലേക്ക് കയറുന്നത്. ആദ്യമായി സംസാരിച്ചത് അബ്ബാസാണ്. വളരെ ഗണഗംഭീരമായ ശബ്ദമാണ് അബ്ബാസിന്റെ. അബ്ബാസാണ് സംസാരിക്കുന്ന 75 പേരോട്. ഞാൻ അറിഞ്ഞു നിങ്ങൾ മുഹമ്മദിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് എന്ന്. നിങ്ങൾ എന്ത് മനസ്സിലാക്കി മുഹമ്മദിനെ സംബന്ധിച്ച്? മുഹമ്മദ് എൻ്റെ കുടുംബക്കാരനാണ്. മുഹമ്മദ് ഞങ്ങൾ സത്യസന്ധനും അല്ലമീനുമാണ്. ഈ നാട്ടിൽ സുഖസുഭിക്ഷമായി ജീവിക്കുകയാണ് മുഹമ്മദ്, ഇസ്സത്തോടെ ജീവിക്കുകയാണ് മുഹമ്മദ്. യാഥാർത്ഥ്യത്തിനെതിരിൽ പാരമ്പര്യക്കാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അബ്ബാസ് പ്രസംഗിച്ചു. യാഥാർത്ഥ്യം അതായിരുന്നോ? അഷ്റഫുൽ കിടന്നുറങ്ങാനൊരു വീടുണ്ടോ അവിടെ? പക്ഷെ അബ്ബാസിൻ്റെ തറവാട് ബോധം, പാരമ്പര്യ ബോധം. ഈ പാരമ്പര്യം മൗലാനമാർ എന്ത് കള്ളവും പറയും അവരുടെ വാദം ശരിയാക്കാനും സലഫിയത്തിനെ എതിർക്കാനും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം മുഹമ്മദിനെ കൊണ്ടുപോകാൻ. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ എൻ്റെ മോൻ മുഹമ്മദിനെ വഞ്ചിക്കാനാണോ, ചതിക്കാനാണോ, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കലാണോ പരിപാടി? എങ്കിൽ ഒരു കാരണവശാലും മുഹമ്മദിനെ വിട്ടുതരികയില്ല. ഈ സന്ദർഭത്തിൽ അപ്പുറത്ത് എഴുന്നേറ്റുന്നത് കഅബ് ബിൻ മാലിക്കാണ്. കഅബ് ബിൻ മാലിക് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതോ സഅദ് ബിൻ മുആദാണോ? സംശയമുണ്ട്. എഴുന്നേറ്റിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ് ഇന്നാ സമീനാ കലാമഹു ഫതകല്ലം. അങ്ങേരെ സംസാരം ഞങ്ങൾ കുറെ കേട്ടു നബിയെ, ഞങ്ങൾക്ക് അതൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് തങ്ങളെ സംസാരമാണ് കേൾക്കേണ്ടത്. തങ്ങൾ പറ, എന്താണ് ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ രംഗം ഒന്ന് നിങ്ങൾ മനസ്സിൽ തസവ്വുറാക്കി നോക്കിയേ. ആ രംഗം, ഇന്നത്തെ രംഗം ഒന്ന് തസവ്വുറാക്കി നോക്കിയേ. ഞാനിവിടെ നിർത്തുന്നു. ഞാൻ ഒരുപാട് ആഴ്ചകളോളമായി നിങ്ങൾക്ക് ഷഹാദത്ത് പറഞ്ഞു തരികയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമാക്കുന്നു. ഞാൻ ആരോടും ഒരു വിധത്തിലുള്ള ഒരു കരാറിൻ്റെയും അടിസ്ഥാനത്തിലല്ല തൗഹീദ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം കൂടിയത്. ആരുമായിട്ടൊരു കരാറും എനിക്കില്ല, ഒരു സംഘടനയുമായിട്ടും എനിക്കൊരു കരാറുമില്ല. ഞാൻ ഒന്നിൻ്റെയും ഒരു മെമ്പറുമല്ല ഇന്നും അന്നും. 1986 ഇതേപോലെ ഞാൻ നാടൻ വയലുമായിട്ട് പോകുമ്പോൾ തബ്ലീഗിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്നോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പറയുന്ന വയല് ഞങ്ങളെ സമ്മേളനത്തിൽ വെച്ച് പറയാൻ പറ്റുമോ? അന്ന് അള്ളാഹുവിനെ പറ്റി ഞാൻ പറയുമായിരുന്നു, അഷ്റഫുൽ പറ്റിയും പറയുമായിരുന്നു. അങ്ങനെയാണ് അവരെ കൂട്ടത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അവരിൽ നിന്നാണ്. അത് അത്തീതി തന്നെ ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉലൂഹിയത്ത് എന്താണെന്ന് പഠിക്കുന്നത്. അപ്പോഴാണ് സെൽഫി മൻഹജിലാണ് ഉലൂഹിയത്തിൻ്റെ പാഠമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞത്. തബ്ലീഗിൽ നിന്ന് കിട്ടിയ റുബൂബിയത്തിൻ്റെ ഇൽമും സെൽഫിയത്തിൽ നിന്ന് കിട്ടിയ ഉലൂഹിയത്തിൻ്റെ ഇൽമും സംയുക്തമാക്കിക്കൊണ്ട് ഒരു
ദഅവത്ത് യാത്രയാണ് അനിവാര്യമെന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്താണ് 2010 സെൽഫികളിലെ ചില സുഹൃത്തുക്കൾ വന്ന് നിങ്ങളീ പറയുന്ന തൗഹീദ് ഞങ്ങൾ സ്റ്റേജ് ഒപ്പിച്ച് തന്നാൽ അവിടെ വെച്ച് പറയാൻ പറ്റുമോ? ഞാൻ ഇൻഷാ അല്ലാഹ് ഏറ്റു. അതേയുള്ള കരാറ്. അള്ളാഹുവിനെ പറ്റി പറയൽ മാത്രമാണ് കരാറ്. എനിക്കറിയാം പലരും പല സംഘടനകളും ഇവിടുത്തെ പാരമ്പര്യ സംഘടനകളും സെൽഫി സംഘടനകളും ഊഹാപോഹങ്ങളും മറ്റും പറഞ്ഞ് പരത്തുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനുമായിട്ട് യാതൊരു കരാറും ആരുമായിട്ടുമില്ല. അള്ളാഹിന്റെ തൗഹീദ് പറയാൻ നല്ല കരാറ് മാത്രമാണ്. ഇനി പറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ അപ്പ സൂട്ടീസ് എടുത്ത് വേറെ സ്റ്റേജിലേക്ക് പോകും തൗഹീദ് പറയാൻ. ആകെ സാമ്പത്തികമായിട്ടുള്ള ബന്ധം കുത്തുബക്ക് പോയാൽ കിട്ടുന്ന ശമ്പളമാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ബന്ധം ആരോ ആയിട്ടോ ഉണ്ടെന്ന് ആരും കരുതണ്ട. വല്ലാഹി മാ അസ്അലുക്കും മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. 313 മുർസലിങ്ങൾ പറഞ്ഞ അതേ വാക്കാണ് എനിക്ക് നിങ്ങളോട് ഈ മിമ്പറിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയാനുള്ളത്. നിങ്ങളോട് ഞാൻ തൗഹീദിന്റെ പേരിൽ ഒരു കട്ടൻ ചായ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ കിട്ടുന്ന ശമ്പളം എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തും. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അല്ലാഹ് തൗഫീഖ് ചെയ്തൊക്കെ കാണാം. ഒരു ഇടവേളയ്ക്ക് ശേഷം പോകണം എനിക്ക് എൻ്റെ റബ്ബിൻ്റെ ഭവനത്തിലേക്ക്. എൻ്റെ റബ്ബിൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ പോയിട്ടൊരു സുജൂദ് ചെയ്യണം. എനിക്കൊരുപാട് പരാതി എൻ്റെ റബ്ബിനോട് പറയാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. ഇതിനു മുമ്പും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പറക്കും. ആ കഅബാലയത്തിൻ്റെ മുന്നിൽ 2 സുജൂദ് ചെയ്യും. ആ സുജൂദിൽ എനിക്ക് പറയാനുള്ള ശിക്വ പരാതി ഞാൻ എൻ്റെ റബ്ബിനോട് പറയും. അതേപോലെ ഇനിയും ഒന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ 2 ഭവനങ്ങളിലായി കുറച്ചു കാലം കഴിച്ചു കൂട്ടണം. അള്ളാഹ് ആയുസ് ബാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഷഹാദത്ത് ചർച്ച തുടരാം. അല്ലാഹ് അല്ലാഹുമ്മ അശ്ഹദ്. എല്ലാറ്റിനും നീയാണ് അല്ലാഹുവേ സാക്ഷി. എല്ലാം നിന്നിൽ അമാനത്താക്കുന്നു. നാളെ നിന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അല്ലാഹ് നിൻ്റെ അടുത്ത അയൽവക്കക്കാരായി കഴിഞ്ഞുകൂടുന്ന ചെറിയൊരു ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തിൻ്റെ ഒന്നിച്ച് കഴിയാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് ആ യോഗ്യത നീ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ والرسول المرتضى وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن اشرف خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صاددين والدين في بدك وبحرك وجوفك أجمعين يا رب العالمين. اللهم صل على محمد وآله وصحبه أجمعين والحمد لله رب العالمين.